ഭായ് നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട്? ഇപ്പോ ഇറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായല്ലോ, പിന്നെ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന ഒരു ദിവസമാണല്ലോ. എങ്ങനെയുണ്ട് പ്രതികരണങ്ങളും പ്രതീക്ഷയും? പ്രതീക്ഷ ഇപ്പൊ വളരെ കൂടിയിട്ടുണ്ട്. കാരണം നമ്മൾ വീടുകളിൽ ഇറങ്ങാൻ നേരത്ത് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും നല്ല പ്രതികരണങ്ങളാണ് വീടുകളിൽ നിന്ന് കിട്ടുന്നത്. പ്രത്യേകിച്ച് അമ്മമാര് വളരെ ഉഷാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഏതായാലും ശക്തമായ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ്. അപ്പൊ നമ്മളേതായാലും തോന്നണ മുൻപന്തിയിൽ ഉണ്ടെന്ന് വിചാരിക്കണം പ്രചരണത്തില്. ഇപ്പോൾ ഈ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ശബരിമല ഇഷ്യൂ ഒക്കെ ഈ അടുത്ത സമയത്ത് വലിയ രീതിയിൽ നമ്മുടെ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണല്ലോ. സ്വാഭാവികമായിട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ അത് BJPക്ക് അനുകൂലമായിട്ട് പ്രതിപാദിക്കാനുള്ള സാധ്യതയുണ്ടോ? ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ കാര്യം? ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ഇത്ര സംഭവം ഉണ്ടായിട്ട് വീണ്ടും ഇടതുപക്ഷത്തെ വിജയിപ്പിച്ച ജനങ്ങള് ഇനിയും അതിനകത്ത് കുത്തിയാല് ഇവര് തോന്നിയ പോലെ ചെയ്യുമെന്നുള്ള ജനങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. അതൊക്കെ ശരിക്കും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കും. ആളുകളെല്ലാം വിലയിരുത്തുന്ന ആളുകളാണ്. പഴയ പോലെ ചിഹ്നം കണ്ടാ കുത്തുന്ന ആളുകളല്ല. സ്ഥാനാർത്ഥി എങ്ങനെ, സ്ഥാനാർത്ഥിയുടെ നിലപാട് എന്ത്, സ്ഥാനാർത്ഥിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നിലപാട് എന്ത്, ഇതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ഇപ്പോഴത്തെ ജനങ്ങള് വോട്ട് ചെയ്യാൻ പോവുള്ളൂ. അത് യുവാക്കളായാലും നിങ്ങൾ ഈ പറഞ്ഞ പോലെ കാരണന്മാരായാലും അവരതൊക്കെ നോക്കിയിട്ട് വോട്ട് ചെയ്യാൻ പോവുള്ളൂ. അതുകൊണ്ട് പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ ഈ ഇടതുപക്ഷവും കോൺഗ്രസും പല യുവ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. പരമ്പരാഗതമായിട്ട് അവരുടെ നേതാക്കന്മാരൊക്കെ തോൽവി ഭയന്നുകൊണ്ട് മാറി നിൽക്കുന്നതാണോ? അങ്ങനെയാണോ അതിൻ്റെ ഒരു കാരണം? ഒരു തരത്തിൽ അങ്ങനെയാണെന്ന് പറയാം. കാരണം നിലവിലെ ഇവിടുത്തെ CPM-ന്റെ സ്ഥാനാർത്ഥി എന്ന് വെച്ചാൽ ഇവിടെ വാർഡ് മെമ്പർ കൂടെയൊക്കെ നടക്കുന്ന ഒരു DYFയുടെ യുവനേതാവാണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ ഇവിടെ മത്സരിക്കാൻ ആഗ്രഹിക്കാതെ വന്നപ്പോ മത്സരം ടൈറ്റായപ്പോ അവര് ഇട്ടുകൊടുത്തേക്കണ ഒരു യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിക്കാണ് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി. പക്ഷെ എത്ര ഉന്നതനായാലും നമ്മൾക്ക് ജനങ്ങളുടെ അടുത്ത് അവരെക്കാളും മുൻപേ ഒരു 3-4-5 വർഷമായിട്ട് ജനങ്ങളുടെ ഇടയിലായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് നമ്മുടെ ആത്മവിശ്വാസം. ഇലക്ഷന്റെ സമയമാകുമ്പോൾ ഓടി വന്നിട്ട് വോട്ട് ചോദിക്കുന്ന പരിപാടി ഇവിടെ ഇല്ല. നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീടുകളിൽ ചെല്ലാൻ നേരത്ത് നമ്മളോട് ഒരു കാര്യം ആയിരിക്കും ചോദിക്കാനില്ല. നിങ്ങൾ ഇത്ര നാൾ എവിടെയായിരുന്നു, നിങ്ങൾ എന്ത് ചെയ്ത്. സാധാരണ പല സ്ഥലത്തും ചെല്ലാൻ നേരത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾ അതാണ്. നിങ്ങൾ ഈ ഇലക്ഷൻ ആകുമ്പോൾ കയറി വന്ന ആളുകളല്ലേ. പക്ഷെ ആ ഒരു തരത്തിലല്ല ഇപ്പൊ. നമുക്ക് നല്ല പിന്തുണ, പ്രത്യേകിച്ച് അമ്മമാരെന്ന് യുവാക്കളുടെ നല്ലൊരു പിന്തുണ ലഭിക്കുന്നുണ്ട്. ജയസാധ്യത തന്നെയാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് പരമ്പരാഗതമായിട്ട് LDF UDF മാറി മാറി അവരുടെ ഒന്നാം സ്ഥാനം അവർ അല്ലെങ്കിൽ രണ്ടാം സ്ഥാനം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാറ്. അപ്പോൾ ഇത്തവണ ഈ പറയുന്ന BJP അടങ്ങുന്ന ഈ ഒരു 3 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ദുർബലമാകാൻ പോകുന്ന പാർട്ടി ഏതാണെന്നാണ് ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഇതിനകത്ത് 2 തരത്തിലുണ്ട്. ഒന്ന്, ഇവിടുത്തെ ഭരണപരമായ വിഷയങ്ങൾ കൊണ്ട് LDFന് എനിക്ക് തോന്നുന്നത് പല സ്ഥലങ്ങളിലെയും സ്ഥാനാർത്ഥിമാര് ജനങ്ങളുടെ അടുത്ത് ഇറങ്ങാത്ത ആളുകളെയാണ് ഇവർ കൂടുതൽ വെച്ചതെന്ന് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ യുവാക്കള് ഒരു 5-6 യുവാക്കൾ CPM-ന്റെ സ്ഥാനാർത്ഥിമാരുണ്ടായിരുന്നു. ഇപ്പൊ ആകെ ഏതാണ്ട് 1-ാം വാർഡിലും 8-ാം വാർഡിലും മാത്രമേ യുവാക്കളെ സ്ഥാനാർത്ഥിമാരായിട്ടുള്ളൂ. കാരണം അവർക്ക് ഭയങ്കരമായിട്ട് പേടി തട്ടിയിട്ടുണ്ട്. പിന്നെ കോൺഗ്രസിന്റെ കാര്യം തമ്മിത്തല്ലാണ് സ്ഥിരം എന്ന പോലെ. സ്ഥാനാർത്ഥി ആവാനും ചില സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥിനെ കിട്ടാത്ത സാഹചര്യം വരെ കോൺഗ്രസിനുണ്ട്. അതുകൊണ്ട് തന്നെ BJP എന്നുള്ളൊരു പ്രസ്ഥാനം വളരെ ആക്റ്റീവായിട്ട് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഈ പഞ്ചായത്തിൽ വലിയൊരു പ്രതീക്ഷ ഉണ്ട്. മുനമ്പം വിഷയമൊക്കെ ഇവിടെ അതിന് വളരെ മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്. ഈ ക്രൈസ്തവ വിശ്വാസികൾ പരമ്പരാഗതമായിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണ് ഇവിടെ. അതിൽ കാര്യമായിട്ടുള്ള മാറ്റം ഈ മുനമ്പത്തെ ഈ വഖഫ് വിഷയം നടക്കുന്ന ആ ഒരു വാർഡില്ലാതെ മറ്റ് സ്ഥലങ്ങളിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതിനെന്തെങ്കിലും നീക്കുപോക്കുകൾ BJP ചെയ്തിട്ടുണ്ട്? അതായത് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾക്ക് ആ മേഖലയിൽ നിന്ന്, അതായത് ക്രിസ്ത്യൻ സമൂഹത്തിൽ നിന്ന് അവിടെ നേരത്തെ ചെല്ലാൻ നേരത്ത് നമ്മളെയൊക്കെ ഒരു തരത്തിലും മൈൻഡ് ചെയ്തിരുന്ന ആളുകൾ നന്നായിട്ട് നമ്മളെ സ്വീകരിക്കുന്നുണ്ട്. നമ്മൾ പറയണത് കേൾക്കാനായിട്ട് അവർ സമയം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഇടയിൽ ആ മാറ്റങ്ങളുടെ ഏറ്റവും വലിയ സൂചനയാണത്. ആദ്യ സമയത്താണെങ്കിൽ നമ്മളൊരു വർഗീയ പാർട്ടി, BJP ഒരു വർഗീയ പാർട്ടിയാണെന്ന് മറ്റുള്ളവർ പ്രചരിപ്പിച്ച് അവരുടെ മനസ്സിലത് കിടപ്പുണ്ട്. ഇത്തവണ അങ്ങനെയല്ല. കാരണം നമ്മൾ ചെയ്ത കാര്യങ്ങൾ, നരേന്ദ്രമോദി ചെയ്ത കാര്യങ്ങൾ, നിലവിൽ ബീഹാർ ഇലക്ഷന്റെ റിസൾട്ട് വന്നതിന് ശേഷം അവർക്ക് BJP അത്ര ശക്തമാണെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട്. അതിന്റെ പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. താങ്കളൊരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സമയത്ത് ഒരു വികസന കാഴ്ചപ്പാട് താങ്കളുടെ ഒരു വാർഡിൽ ഉണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഈ ജനങ്ങളുടെ ഇടയിലേക്ക് വെക്കുമ്പോൾ താങ്കളുടെ ഒരു വാർഡിൽ എന്തെല്ലാം ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത്. നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ പ്രധാന മെമ്പർമാരും വന്ന ആൾക്കാരൊക്കെ ജനങ്ങളുടെ ഇടയിലോട്ട് ജനങ്ങളുമായൊരു കമ്മ്യൂണിക്കേഷൻ, അതായത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലൊരു കേൾവിക്കാരനായി കേൾക്കാനായിട്ട് സമയം കൊടുക്കണം. വാർഡിലെ എത്ര പ്രശ്നങ്ങളായാലും വാർഡിലെ ജനങ്ങള് ഒരു മെമ്പറോട് ഒരു കാര്യം പറഞ്ഞത് കേൾക്കാനായിട്ട് സമയം കൊടുക്കണം. അതാണ് പ്രധാനമായിട്ട് നമ്മൾ മുൻഗണന കൊടുക്കണം. അല്ലാണ്ട് എൻ്റെ സമയം കഴിഞ്ഞിട്ടുള്ളൂ ജനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ള നിലയല്ല. ജനങ്ങൾക്ക് വേണ്ടി സമയം കൊടുക്കുക എന്നതാണ് ഒരു മെമ്പർ ആയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യണത്.
പിന്നെ ഇവിടുത്തെ പ്രധാന വിഷയങ്ങൾ എന്നൊക്കെ പറയണമെങ്കിൽ നമുക്ക് അന്വേഷിച്ച പ്രധാന വിഷയങ്ങൾ കാണുന്നത് വെള്ളക്കെട്ട് വളരെ രൂക്ഷമായ ഇഷ്ടംപോലെ തോടുകളുള്ള സ്ഥലമാണ് ആദ്യം പറഞ്ഞാല്. പക്ഷേ പല പ്രദേശങ്ങളിലും കാണയില്ലാത്തത് കൊണ്ട് റോഡുകൾ ഉണ്ടാവും, കാണില്ലാത്തതുകൊണ്ട് വെള്ളം വീടുകളിൽ തന്നെ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വെള്ളക്കെട്ട് പരിഹരിക്കുമെന്നാണ് നമ്മൾ ഇറങ്ങിയ സമയത്ത് തോന്നിയ ഏറ്റവും വലിയൊരു വിഷയം. ഇവിടുത്തെ പല പ്രദേശങ്ങളിലും ചില സ്ഥലങ്ങളിൽ ഈ വഴിയില്ലാണ്ട് ഒരു വെള്ളം വന്നാൽ മുട്ടോളം വെള്ളത്തിൽ പോണ വരെ സ്ഥലങ്ങളുണ്ട്. പറയാൻ നേരത്ത് ചുറ്റുപാടും കടലും പുഴയൊക്കെ കിടക്കുന്ന സ്ഥലമാണ്. അതിനുള്ള സംവിധാനങ്ങളുണ്ട് നമുക്ക് വെള്ളം പോകാനുള്ള. പക്ഷെ അത് ഒരുക്കാനായിട്ട് ഇവിടെ ഭരണാധികാരികൾ ശ്രമിക്കണില്ല. അപ്പൊ അതിനൊരു മുൻഗണന കൊടുക്കും. കാനകള് പല സ്ഥലത്തും പണിത് വീടുകൾ വെള്ളം കെട്ടി എടുക്കാതെ സുരക്ഷിതമായിട്ട് മഴക്കാലത്ത് ജീവിക്കാനുള്ള ആ ഒരു കാര്യത്തിന് മുൻഗണന കൊടുക്കും. ഇത് ഏറ്റവും പ്രധാനമായിട്ട് ഈ കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളും ഗ്രാമീണ മേഖലയിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പല പരിശ്രമങ്ങളും കേന്ദ്ര സർക്കാർ തന്നെ നേരിട്ട് പല രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പലപ്പോഴായിട്ട് ഇടതുപക്ഷം അതിൽ പേര് മാറ്റുകയോ അല്ലെങ്കിൽ അത് എത്തിക്കാതിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിലെന്തെങ്കിലും ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും? കൊടുക്കും. കാരണം നമ്മൾ പഞ്ചായത്തിൽ ചെന്നാലേ അറിയുള്ളൂ ഇപ്പൊ ഇതിന്റെ ഉള്ളിലെ കളികൾ എന്താണ്. കേന്ദ്ര സർക്കാർ നമ്മൾ വിവരാവകാശ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ എത്ര പദ്ധതികൾ ഇവിടെ വന്നിട്ടുണ്ട്, എത്രണ്ണം നടപ്പിലാക്കുന്നുണ്ട്, എത്ര പൈസ ലാപ്സ് ആയിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ കേന്ദ്ര സർക്കാരിന്റെ വളരെ എല്ലാവർക്കും ചേരാൻ സാധിക്കുന്ന ചില ഇൻഷുറൻസ് പദ്ധതികളുണ്ട്. എൻ്റെ ഒരു സ്വപ്നം എന്ന് വെച്ചാൽ ഞാൻ ജയിക്കണമെങ്കിൽ ഈ വാർഡിലെ എല്ലാവരെയും ആ ഇൻഷുറൻസിൽ പരിധിയിൽ പെടുത്തും. അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമം എൻ്റെ ഭാഗത്ത് ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ വാർഡിന്റെ ഒരു ഘടന എന്ന് വെച്ചാൽ യുവാക്കളും സ്ത്രീകളും വളരെ കൂടുതലുള്ളതാണ്. ചില വഴികൾ എന്ന് വെച്ചാൽ പേടിപ്പെടുത്തുന്ന വഴികളുണ്ട്, രാത്രി പോകാൻ പറ്റാത്ത. അപ്പൊ ചിലപ്പോൾ ഈ സ്വർണത്തിനൊക്കെ വില കൂടിയ സമയമായതുകൊണ്ട് ആളുകൾക്ക് ഭയപ്പാടോടെ പോണ വഴികളുണ്ട്. അത് വെട്ടത്തിന്റെ പ്രശ്നമല്ല, ഒരു CCTV പോലുള്ള സംഭവങ്ങൾ നമ്മുടെ വാർഡുകളിൽ സ്ഥാപിക്കാനായിട്ട് മുൻകൈ എടുക്കാൻ സാധിക്കും. അതുപോലെ യുവാക്കള്, വളർന്നു വന്ന യുവാക്കള് പല ലഹരിക്കടിമപ്പെട്ടു പോകില്ല, അങ്ങനെ കാര്യങ്ങളുണ്ട്. അപ്പൊ ജിമ്മിന്റെ ഒക്കെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഒരു ഓപ്പൺ ജിമ്മ് ഇവിടുത്തെ യുവാക്കൾക്ക് വേണ്ടി നമ്മുടെ വാർഡിൽ വേണമെന്നുള്ളതൊക്കെയാണ് നമ്മുടെ ഒരു സ്വപ്നവും നമ്മൾ പറയാൻ പോണ കാര്യങ്ങളും. അതിന് പല പ്രതിബന്ധങ്ങൾ ഉണ്ടാവും. പഞ്ചായത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പല പ്രതിബന്ധങ്ങൾ ഉണ്ടാവും. അതൊക്കെ എങ്ങനെ പരിഹരിക്കാന്നുള്ളത് ഭാവിയിൽ നമ്മൾ ചിന്തിക്കും. അവസാനമായിട്ട് BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് കീഴ്പ്പെടുത്താൻ പറ്റാത്ത കൊടുമുടികളൊന്നും ഇല്ല എന്ന് കഴിഞ്ഞൊരു 10 വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു 15 വർഷം കൊണ്ട് BJP തെളിയിച്ചതാണ്. രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും പല രീതിയിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചെറായി പോലെയുള്ള അല്ലെങ്കിൽ പള്ളിപ്പുറം പോലെയുള്ള പഞ്ചായത്ത് പരമ്പരാഗതമായിട്ട് LDF UDF മാറി ഭരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന സ്ഥലത്ത് BJPക്ക് ഒരു കുതിച്ചുചാട്ടം ഉണ്ടാക്കാൻ മുഴുവൻ സ്ഥലങ്ങളിലും സാധിക്കുമെന്ന് തോന്നുന്നുണ്ട്. എല്ലാ വാർഡുകളിലും വോട്ട് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. എല്ലാ വാർഡിലും വോട്ട് വർദ്ധിക്കും എന്നത് മാത്രമല്ല, ഒരു സീറ്റാണ് BJPക്ക് കഴിഞ്ഞ തവണ ഇവിടെ കിട്ടിയത്. അതാണെങ്കിൽ ഒരു 5 വോട്ടിനാണ് നമ്മൾ കഴിഞ്ഞ തവണ ജയിച്ചത്. അതിൽ നിന്നൊക്കെ മാറിയിട്ട് നമ്മള് അതായത് ഒരു 9-10 സീറ്റ് ഷുവറായിട്ട് നമ്മൾ ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളുണ്ട്. ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ട് BJP പള്ളിപ്പുറം പഞ്ചായത്തിന്റെ ഭരണം പിടിക്കാനുള്ള സാധ്യതയും കൂടി ഉണ്ട്. അത്രയ്ക്ക് ആവേശം ജനങ്ങൾ ഇടുന്നത്. പല ജനങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത് നിങ്ങളുടെ സ്ഥാനാർത്ഥിയാണ്. പണ്ട് BJPയുടെ സ്ഥാനാർത്ഥി ആരാണെന്നും കൂടി അന്വേഷിക്കാൻ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. ഇന്ന് പല സ്ഥലങ്ങളിലെ ജനങ്ങൾ നമ്മളോട് ചോദിക്കുന്നത് നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണ്, നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണ്. പറഞ്ഞാൽ നമ്മളോട് വോട്ട് ചെയ്യാനായിട്ട് ആളുകൾ താല്പര്യപ്പെടുന്നുണ്ട്. പ്രവർത്തനവും കൂടി ഉഷാറായി ജനങ്ങളുടെ മുന്നോട്ട് ഇറങ്ങിച്ചെന്നാൽ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ളൊരു ചലനങ്ങൾ പള്ളിപ്പുറം പഞ്ചായത്തിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. വളരെ നന്ദി.